another video. I saw you guys subscribe to my channel. I love you so much. Thank you for that. But now we have to nobody easy. Yes. No. Try to defeat it. Yes. Anyway. So we would have been. Valley 11 o'clock. 11 o'clock. I already bike user create. So guys, we're actually gonna make. I have quit Roblox. This is the best. You have to go. They don't know. That's what easy. Food guys, really good. Oh my god, there's a problem. ഓരോ കാര്യങ്ങളോടുള്ള അപ്രോച്ചാണ് ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളല്ല. അതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒന്നിനും വഴങ്ങാത്തതിനല്ല. അത് തെറ്റായ ഒരു ഞാൻ ഒരുപാട് കാര്യങ്ങൾക്ക് വഴങ്ങും. പണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിൽ രാവിലെ ഇരുമ്പൊലക്ക് ഞാൻ ഇറങ്ങിയിരുന്നതാണ്. ഇരുമ്പൊലക്ക എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അത് മാറില്ല. അത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. Manurmanu Scotland 2026 Digital Partner Pittapilli Rambanodam Common Offer. Cameo Automations, 3 decades of excellence in automation. ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇപ്പൊ ഞാൻ കടന്നു. ഒരുപാട് നവീകരണങ്ങളിലൂടെ കുറെ വർഷങ്ങളായി. ഇപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ആ ഇരുമ്പൊലൊക്കെ കൊണ്ടുപോയി ടീമിനെ കൊണ്ടുപോയി എന്നിട്ട് ചർച്ച തുടങ്ങുമ്പോൾ നമ്മുടെ ഇരുമ്പൊലൊക്കെ ഒടിഞ്ഞു പോകും ചിലപ്പോ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേറെ പല ആംഗിളിൽ നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്റെ ഐഡിയ പൂർണ്ണമായി ഞാൻ മാറ്റി. അതിന്റെ നെഗറ്റീവ് ആംഗിൾ, പോസിറ്റീവ് ആംഗിൾ, അതിന്റെ പല സൈഡിൽ നിന്നും പല അഭിപ്രായങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു,
അതിൽ ഇത്രയും ചിലപ്പോൾ കൊണ്ടുവന്ന ആശയത്തെ മറ്റുള്ളവരുടെ ആശയം കൂടി ചേർത്ത് വെച്ച് അതിനെ തേച്ച് മിനുക്കി ആ ഒരു റഫായിട്ടുള്ള ഒരു ആശയത്തെ തേച്ച് മിനുക്കി മികച്ച ഒരു ആശയമാക്കി മാറ്റാൻ പറ്റും. ആ ടീം വർക്കിലാണ് ഇപ്പൊ കോൺസെൻട്രേറ്റ്. അത് ഇത്രയൊക്കെ മാറിയിട്ടും അരപ്പിണറായിയാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാനത് മുഴുപ്പിണറായി ആണെന്ന് പറയുന്നില്ല, അരപ്പിണറായി ആണെന്ന് പോലും പറയുന്നില്ല. എന്നാലും ഒരു കാൽ പിണറായി അല്ലെങ്കിൽ ഒരു അങ്കുലെങ്കിലും പിണറായി ഉണ്ട്. പിണറായി വിജയന്റേതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. വി ഡി സതീശന്റേതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കുറെ നല്ല വശം മോശം വശങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ നല്ല വശം ഏതാണ് നോക്കിയിട്ട് അതുകൂടി ഞാൻ എടുത്താൽ അപ്പൊ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അരപ്പിണറായിൽ നിന്ന് എടുത്താൽ നല്ല കാര്യങ്ങളൊന്ന് പറയാം. നമ്മളത് അങ്ങനത്തെ ഒരു ചർച്ചയിലേക്കല്ല നമ്മൾ പോകുന്നത്. എല്ലാ മനുഷ്യർക്കും ഒന്നല്ല. ഞാൻ എല്ലാ മുഖ്യമന്ത്രിമാരെയും നിരീക്ഷിക്കുകയാണ്. EMS സംഭവിച്ചതാണ്. ഞാൻ നിയമസഭയിൽ ആദ്യം അംഗമായി പോയപ്പോ സമയത്ത് ഞാൻ ലൈബ്രറിയിലായിരുന്നു സമയം. ഞാൻ അവരുടെ പ്രസംഗം EMSന്റെ പട്ടംതാളുകളുടെ പ്രസംഗം C നടരാജൻ VR കൃഷ്ണയ്യർ അദ്ദേഹം എങ്ങനെയാണ് ബില്ല് ഫൈനൽ ചെയ്യുന്നത്, നിയമമന്ത്രികൾ അതൊക്കെ പഠിക്കുകയായിരുന്നു. അച്യുതമേനോനെ കുറിച്ച് ഞാൻ വളരെ വിശദമായി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിറങ്ങിയ ഓർമ്മക്കുറിപ്പുകൾ വരെ വായിച്ചു. അദ്ദേഹത്തിന്റെ വിഷൻ എന്തായി? കെ കരുണാകരനെയും AK ആന്റണിയെയും ഉമ്മൻചാണ്ടിയെയും അടുത്തു നിന്ന് കണ്ട ഒരാളാണ്. കെ കരുണാകരന്റെ പ്രത്യേകത ഞാൻ വ്യക്തിയായിരുന്നത്. കെ കരുണാകരന്റെ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോ നല്ല ആത്മ അപ്പൊ ചിലപ്പോ ഒരു 10-200 പേരൊക്കെ ഉണ്ടാവും. സോ അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ അദ്ദേഹം 2 മണിക്കൂർ സമയമില്ലെങ്കിൽ അദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് ഈ 200 പേരെ ഡിസ്കസ് ചെയ്യും. അവർക്ക് ആർക്കും ഒരു അതിർത്തിയില്ല. ഭയങ്കര രസകരമായിട്ട് അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങി അവരുടെ ഇടയിലേക്ക് എന്നിട്ട് അവരുടെ നിവേദനം അതിന്റെ തലയും വാലും കമന്റൊക്കെ പറഞ്ഞ് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 10-15 മിനിറ്റ് വേണ്ടി ആളെങ്കിലും ഡിസ്കസ്. ചിലരുടെ പിന്നെ ചിലപ്പോ പെട്ടെന്ന് തീരുമാനങ്ങൾ അതെന്താണ്, ഇതെന്താണ്, മറ്റേതെങ്ങനെയാണ്, ഞാൻ അതിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ. അപ്പൊ CM-ന്റെ പ്രത്യേകതകളിൽ പെടുന്ന ഒന്നാണ് CM-ന്റെ ശരീരഭാഷ അല്ലെങ്കിൽ ഒരുപക്ഷെ സംസാര രീതി കുറച്ച് അഗ്രസീവാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അതില് ന്യായീകരണമുണ്ട്. മുഖ്യമന്ത്രി ആയതിനു ശേഷം കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഇപ്പൊ മാധ്യമങ്ങൾ ഉൾപ്പെടെ കുറച്ചുകൂടെ സ്നേഹിച്ചുകൂടെ? ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഞാൻ ഉമ്മൻചാണ്ടിയായിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് എങ്ങനെ വർഷമായി പോകും. എനിക്ക് ഉമ്മൻചാണ്ടി ആവാൻ പറ്റും. ഞാൻ കെ കരുണാകരനെ പോലെ നടിക്കാൻ നോക്കിയാലോ ആവില്ല. ഞാൻ വേറൊരാളാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ വേറൊരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര നാട്ടിൻപുറത്തുകാരനാണ്. പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യും. സങ്കടം വന്ന കാര്യം തമാശ ചിരിക്കുകയും ചെയ്യുന്ന സാധാരണ നാട്ടിൻപുറത്തുകാരനാണ്. ഇപ്പൊ ഡിബേറ്റിലേക്ക് വളരെ തിളങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷെ ഈ ആളുകളെ ഈ വാക്ചാതുരി കൊണ്ട് ബോധ്യപ്പെടുത്താമെന്ന് കരുതുന്നുണ്ട്. ചില കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നത് പോലെ തോന്നുന്നു. ചിലപ്പോ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അത് മതിയായിരിക്കും. അല്ല, അത് ഓരോരുത്തരുടെ രീതിയാണ് ഓരോരുത്തരും മറുപടി കൊടുക്കുന്നത്. പിണറായി വിജയൻ മറുപടി കൊടുക്കുന്നത് പോലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിരുന്നത് പോലെ അദ്ദേഹം 50 മിനിറ്റ് അദ്ദേഹം എഴുതി കൊണ്ടിരുന്നത് വായിക്കും. 10 മിനിറ്റ് 5 ചോദ്യങ്ങൾ കൊടുക്കും. 3 ചോദ്യം അദ്ദേഹത്തിന്റെ തന്നെ ചോദിക്കും. ബാക്കി 2 ചോദ്യം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള. ഞാൻ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ജോണി ലൂക്കോസ് എന്നെ പറയും മുഴുവൻ പിണറായി എന്ന് പറയും. അതിപ്പോ എന്നെ കുറിച്ച് പറയുന്നില്ലല്ലോ. ഞാനിപ്പോ എന്തായിരിക്കുന്ന തെറ്റ്? ഞാൻ പത്രസമ്മേളനത്തിൽ വന്ന് 10 മിനിറ്റ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. അത് കേട്ട് നിങ്ങൾ ചോദിച്ചോളാൻ പറയും. അവരെല്ലാവരും ചോദിക്കും. അവർ ചോദിക്കുന്നതിന് ചിലപ്പോൾ വളരെ വിശദീകരിച്ച് ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുക. അപ്പൊ എനിക്കിട്ട് പണി തരാൻ വേണ്ടി രാവിലെ തന്നെ ആലോചിച്ചിട്ട് ചോദ്യമായിട്ട് വരുന്ന ചോദ്യം കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. അപ്പൊ അതിന് പറ്റിയൊരു ഉത്തരം ഞാൻ അപ്പൊ കൊടുക്കും. അത് വേറൊരാളുടെ രീതിയാണെന്ന് ഞാൻ അവസാനം ചോദിക്കും. ഇനി വല്ല ചോദ്യം ബാക്കി ഇങ്ങനെ ചെയ്യാൻ പാടുന്നതാണ് ജോലി പറയുന്നത്. ഇത്ര ജനാധിപത്യപരമായിട്ട് എല്ലാ പത്രലേഖകരുടെയും എല്ലാ ചോദ്യവും ഇനി വല്ല ചോദ്യവും ബാക്കി എന്താണെന്ന് ചോദിച്ച് ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന്റെ അതിലിപ്പോ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ താങ്കൾ എടുത്ത ചില നിലപാടുകളുണ്ട്. ഇന്നിപ്പോ MA ബേബി
ഇവിടെ അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷനിൽ താങ്കളെ വിശേഷിപ്പിച്ചത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ്. ആ നിലപാടുകളുടെ രാജകുമാരൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം അന്നത്തെ പല നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ ഒരു പക്ഷേ താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എടുത്ത എല്ലാ നിലപാടുകളും അതേപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തുടരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് താങ്കൾ തോന്നുന്നത് അതൊരു നെറേറ്റീവാണ് അങ്ങനെ പറയുന്നത്. അത് അവരുടെ ഒരു നെറേറ്റീവാണ്, ശരിയല്ലല്ലോ. ഏത് കാര്യത്തിലാണ് അന്നത്തെ തീരുമാനത്തിൽ നിന്ന് മാറ്റം ഉണ്ടായത്? ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ BJP സർക്കാരുമായിട്ടുള്ള ബന്ധം, ഇപ്പൊ പിണറായി സർക്കാർ BJP എന്ന പാർട്ടിയല്ല, BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു സർക്കാരിന് തീർച്ചയായിട്ടും കുറച്ച് അടുത്ത് പെരുമാറേണ്ടി വരും. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പല അവകാശങ്ങളും നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷെ അത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ബാന്ധവമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇപ്പോൾ അതേ കാര്യം തന്നെ താങ്കൾക്കെതിരെയും വരികയും അതുപോലെ PM ശ്രീ നടപ്പാക്കുന്നതിൽ സംബന്ധിച്ചുള്ള മാറ്റം, അത്തരം കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നിലപാടുകളില്ല? അത് ആ വിഷയങ്ങളെ പഠിക്കാതെ കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പൊതുസമൂഹത്തിന് അങ്ങനത്തെ ഒരു ധാരണയില്ല. ഞങ്ങള് BJP-യുമായി അവർക്കൊരു അൺകോളി നെക്സസ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പറയാനുള്ള കാര്യം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാനതൊന്നും ആവർത്തിക്കണ്ട. SLC ലാവലിൻ കേസ് എത്ര വർഷമായിട്ട് സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. എപ്പോൾ കേസെടുത്താലും CBI-യുടെ വക്കീലും പനിയാണ്. കേസെടുക്കില്ല. 35 പ്രാവശ്യം അങ്ങനെ ഒരു പനി വരുക ഒരു വക്കീലിന് എപ്പോഴും പനി വരുക. നമ്മളെന്നറിയാം. പിന്നെ ഇവിടെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, വേറൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, കുഴൽപ്പണ കേസ്. ഒറ്റ BJP-ക്കാർ പ്രതിയായില്ലല്ലോ. പരസ്പരം കുറഞ്ഞൊറിഞ്ഞു കൊടുത്ത് അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കി അവർ തൃശ്ശൂരെ ജയിപ്പിക്കാൻ പൂരം കലക്കി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു അവിശുദ്ധ ബാന്ധവം ഉണ്ട് എന്ന് പറഞ്ഞു. വാട്ടർ ബക്കറ്റ്. ഞങ്ങൾ അധികാരത്തിലോ ഇപ്പൊ ഇവരുടെ പ്രശ്നം എന്താ? ആദ്യത്തെ ദിവസം കേന്ദ്ര ഗവൺമെന്റുമായി യുദ്ധം പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞു ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് budget is not the space for declaring war against the union government. അതാണ് ബജറ്റിലാണോ യൂണിയൻ ഗവൺമെന്റിനാണ് പറയുന്നത്? യൂണിയൻ ഗവൺമെന്റുമായിട്ട് ഞങ്ങൾക്ക് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ്. അവിടെ ഭരിക്കുന്ന സംഘപരിവാർ കോൺഗ്രസ് പാർട്ടി ഐഡിയോളജിക്കൽ ഡിഫറൻസ്. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ള കാര്യത്തിൽ ഞങ്ങൾ എന്താ തീരുമാനമെടുത്തത്? കറക്റ്റായിട്ട് തീരുമാനമെടുത്തല്ലോ. കേരളത്തിൽ ഓഗസ്റ്റ് 15-ാം തീയതി നിങ്ങൾ കണ്ടല്ലോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഭരണത്തിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് കണ്ടല്ലോ. ഒന്ന് രണ്ട് PMC അവരാണ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ അതിൽ ഒപ്പിടില്ലാന്ന് പറഞ്ഞു. അവര് തന്നെ എന്തിനാ ഒപ്പിടാൻ കാര്യം? അവരൊപ്പിട്ടു. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം പറയുകയാണ് ഞങ്ങൾ നോക്കി പിന്മാറാൻ പറ്റുമോ? പിന്മാറാനുള്ള പോളിസി ഇല്ല. അപ്പൊ ആ പണം മേടിച്ചെടുക്കാൻ പക്ഷേ ഇതിൽ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യം ഉണ്ടാവും. കോൺഗ്രസ് പാർട്ടി തന്നെ, കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും വന്ദേ മാതരം മുഴുവനായി പാടുന്നുണ്ട്. അവർക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ വന്ദേ മാതരം പാടുന്നത് താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് താങ്കൾ എടുക്കുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയത്. അത് വേറെ ഏത് സംസ്ഥാനത്തിലും അതിന് കോംപ്രമൈസ് ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ ഐഡിയോളജിക്കൽ ഫ്രെയിമിൽ നിന്നുള്ള ഒരു പോളിസിയെ ഇംപ്ലിമെന്റ് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ പിന്നെ നാടിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോ ഒരു വിഷയം പറഞ്ഞു PMAY പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതി കേന്ദ്രം. ഇവിടെ പണ്ട് ഇന്ദിരാ ആവാസ് യോജനയുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ പേരില് ഇവിടെ EMS ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. MN ലക്ഷം വീട് പദ്ധതി ഉണ്ടായത് എപ്പോൾ പോകുന്നതിന്റെ പേര്. ഇപ്പൊ PM ആവാസ് യോജന അവർ പറഞ്ഞു PM ആവാസ് യോജന നടപ്പാക്കുമ്പോൾ അവരുടെ ഒരു ലോകമുണ്ട്, ചെറിയ എംബ്ലം. അവര് കഴിഞ്ഞ ഗവൺമെന്റ് ഇത് വെക്കാൻ പറ്റില്ല, ഇത് വെച്ച് വീട്ടിൽ താമസിക്കുന്നവരുടെ പോകും. ഞങ്ങളത് പരിശോധിച്ചപ്പോൾ 30,000 വീടുകൾക്ക് 1.5 ലക്ഷം വെച്ചിട്ട് 450 കോടി. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
പറഞ്ഞുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു. ആ തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്തത് എഗ്രിമെന്റ് വെച്ചു. ലോഗോ ഇഷ്ടമില്ലാത്തവർ വെക്കണ്ട, ഇഷ്ടമില്ലാത്തവർ വെക്കണ്ട. ലോഗോ ഒരു ചെറിയ ലോഗോ വീടിന്റെ മുമ്പിൽ വെച്ചാൽ ലക്ഷം വീടുകൾ എല്ലാവർക്കും അറിയാം. 80 ലക്ഷം വീട് പദ്ധതിയാണ് ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയിലാണ്. അങ്ങനത്തെ ഈ അനാവശ്യമായിട്ടുള്ള വാദങ്ങളെല്ലാം വന്ന് കിട്ടുന്ന പൈസ കളയണം. ഈ ഘട്ടത്തിൽ 550 കോടി രൂപ പോയാൽ അടുത്ത ഘട്ടത്തിൽ 1000 കോടി രൂപ പോകും. കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് ഔദാര്യമൊന്നുമല്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന GSTയുടെ 50% അങ്ങോടെ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് അങ്ങോടെ പോകുന്നത്. അതിന്റെ ഫ്യൂ ഷെയർ ആണ് പ്രോജക്റ്റ് അതെല്ലാം വേണ്ട എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഐഡിയോളജിക്കൽ ഫൈറ്റ് എന്ന് പറയുന്നത്. അത് റെറ്ററിക്കാണ്. ആ റെറ്ററിക് അദ്ദേഹം ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചില നെഹ്റു പറഞ്ഞു. ഈ ഭരണ സംവിധാനത്തിന് ഏറ്റവും വലിയ ലേണിംഗ് ഒരുപാട് മാറ്റം നിലവിലെ എങ്ങനെയാണ് നമുക്ക് വളരെ വിഷമം ആദ്യം നമുക്കത് കറക്റ്റണം എന്നുള്ള ഊർജ്ജം അതിലുള്ളത്. അത് കറക്റ്റ് ചെയ്യും. ഒരു സംശയം ജനങ്ങളുടെ നികുതി പണം നാടിന്റെ നന്മയ്ക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടി, അല്ലാതെ ഒരു പണം അനാവശ്യമായി നമുക്കൊരു നമ്മുടെ ചില സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വെച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതുപോലെ ചെയ്യാൻ പാടില്ലല്ലോ. പബ്ലിക് സർവീസ് കമ്മീഷൻ അവിടെ ഇരിക്കുമ്പോൾ ഫാക്ടർ അപ്പോയിന്റ്മെന്റ് നടത്താവും. എന്തുമാത്രം ഫാക്ടർ അപ്പോയിന്റ്മെന്റാണ് കേരളം. 10,000 ഞാൻ കേന്ദ്രമന്ത്രി 3 കൊല്ലത്തേക്കാണ് അതിലൊരു 1000 പേരെ നിയമിച്ചു. ആ പ്രോജക്ടിന്റെ പീരീഡിലേക്കാണ് നിയമിക്കുന്നത്. 3 കൊല്ലത്തേക്ക് പ്രോജക്ട് തീർന്നു. ഈ 1000 പേര് അതിലേക്ക് അവര് കണ്ടിന്യൂ ചെയ്യാൻ അനുവാദം ഓരോ പീരീഡിക്കല്ലേ ഒരു ശമ്പളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ഒരു സ്ഥിരം ജീവനക്കാരായി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഉദാഹരണം ചില കാര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചാൽ കുറെ വർഷങ്ങളായി കൊച്ചിൻ ഷിപ്പ്യാർഡ് അവർ ഈ രാമദുരത്തിൽ 18 ഏക്കർ സ്ഥലം ചോദിക്കും. എന്തിനാ 18 ഏക്കർ സ്ഥലം? 5000 കോടി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഷിപ്പ് ബിൽഡിങ്ങിന് ആവശ്യമായ ഷിപ്പ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വന്നാൽ 5000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് രണ്ടായിരം പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഒരു 3000 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തൊഴിൽ. പക്ഷെ അവിടെ ഞങ്ങളത് പഠിച്ചു. ഒരാഴ്ച അവരിപ്പോ തുടങ്ങാൻ അത് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ വ്യവസായ വകുപ്പ് 24 hours തീരുമാനം. ആ 2 ഏജൻസി വ്യവസായ വകുപ്പിന്റെ 2 ഏജൻസി 24 hours 20 മണിക്കൂർ കഴിഞ്ഞ് എന്ത് തീരുമാനം ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ മലയാളി എന്തെങ്കിലും ഓണത്തിന് എടുക്കണം. അന്നേരം പുതിയതാണൊക്കെ
നമുക്കൊന്ന് സ്മാർട്ട് ആവണം. പല്ലില്ല അവന് ചിക്കൻ തന്നെ അയാൾ പല്ലില്ല ബ്രെഡിന് 2 പല്ലില്ല അത് ഇളകി പോയി അത് ഇവിടെ ഇല്ല 2 അത് ശരിയെടുത്താൽ This is my body. Just like second floor. Vanilla not low. Rare, just like you. ഡാഡി വിശക്കുന്നുണ്ട്. വട വട മതിയോ? പൂരി വേണ്ട? വേണ്ട. വട മതി. വട വിത്ത് ചമ്മന്തിയോ? ഒന്നും വേണ്ട. വട വേണ്ട. I've been waiting for you. Bye guys. Going on? Have a seat. I got a lot of homework. Spidey sense missed that. Bro found back room.